നമസ്കാരം. വേദാസിന്റെ ബയോളജി ഓൺലൈൻ ക്ലാസ്സിലേക്ക് പ്രിയ വിദ്യാർത്ഥികൾക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. അതെല്ലാം നിങ്ങൾ വീട്ടിൽ നിന്ന് നന്നായി പഠിച്ചു എന്ന് കരുതുന്നു. അപ്പൊ നമുക്ക് ഇന്ന് പുതിയ ഒരു ടോപ്പിക്കിലേക്ക് പോകാം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ബ്രെയിനെ കുറിച്ചാണ്, അഥവാ മസ്തിഷ്കത്തെ കുറിച്ചാണ്. മസ്തിഷ്കത്തിനകത്തുള്ള പ്രധാനപ്പെട്ട അല്ലെങ്കിൽ മസ്തിഷ്കത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളും അവയുടെ ധർമ്മങ്ങളും അവയുടെ ഡയഗ്രമാണ് നമ്മൾ ഇന്ന് എന്ത് ചെയ്യാൻ പോകുന്നത്, പഠിക്കാൻ പോകുന്നത്. എല്ലാ പ്രാവശ്യവും പബ്ലിക് പരീക്ഷയ്ക്ക് 4 മാർക്കിന്റെ ചോദ്യം ഡയഗ്രാം വരച്ച് അതിന്റെ പാർട്സ് ലേബൽ ചെയ്യുക എന്നുള്ളതില് പ്രധാനമായും വരുന്ന ഒരു ഭാഗമാണ് ബ്രെയിൻ അഥവാ മസ്തിഷ്കം. അപ്പൊ അത് എവിടെ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു, അതിനകത്തുള്ള പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതൊക്കെയാണ്, അവ ചെയ്യുന്ന ഫങ്ഷൻസ് എന്തൊക്കെയാണ് എന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. ഓക്കെ, അപ്പോ എവിടെയാണ് മസ്തിഷ്കം അഥവാ ബ്രെയിൻ സംരക്ഷിച്ചിരിക്കുന്നത്? എവിടെയാണ്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എവിടെയാണ് മസ്തിഷ്കം അഥവാ ബ്രെയിൻ എവിടെയാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എല്ലാവരും പറയും ഇവിടെയാണ്, അല്ലെ? അപ്പോ എങ്ങനെയാണ് അത് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത് എന്നാണ് ചോദ്യം. അല്ലെങ്കിൽ എവിടെയാണ് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത്? ഉറപ്പേറിയ തലയോടിനുള്ളിലാണ് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അല്ലെ? അപ്പോ മസ്തിഷ്കം സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത് എവിടെയാണ്? തലയോടിനുള്ളിലാണ്, അഥവാ കപാലത്തിനുള്ളിലാണ്. ഓക്കെ, അതിന്റെ പേരെന്താണ്? മസ്തിഷ്കം എവിടെ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു? തലയോടിനുള്ളിൽ അഥവാ കപാലത്തിനുള്ളിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ദ ബ്രെയിൻ ഈസ് പ്രൊട്ടക്റ്റഡ് ഇൻസൈഡ് എ ഹാർഡ് സ്കൾ. എവിടെയാണ്? സ്കളിനകത്താണ് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. ഇത് കൂടാതെ മസ്തിഷ്കത്തിനെ ആവരണം ചെയ്തുകൊണ്ട് ഒരു 3 പാളികളുള്ള അല്ലെങ്കിൽ 3 സ്തര പാളികൾ കാണപ്പെടും. മസ്തിഷ്കത്തെ ആവരണം ചെയ്തുകൊണ്ട് 3 സ്തര പാളികൾ കാണപ്പെടും. അതിന്റെ പേരാണ് മെനിഞ്ചസ്. വളരെ ഇമ്പോർട്ടന്റ് ആണ് മെനിഞ്ചസ്, മറക്കരുത്. അപ്പൊ എന്താണ് മെനിഞ്ചസ്? മസ്തിഷ്കത്തെ പൊതിഞ്ഞു സംരക്ഷിക്കുന്ന 3 പാളികളുള്ള സ്തരമാണ് മെനിഞ്ചസ്. The brain is covered by a 3-layered membrane called meninges. Okay. ഈ സ്തരപാളികൾക്കിടയിൽ എത്ര പാളി ഉണ്ടെന്നാ പറഞ്ഞത്? 3 സ്തരപാളി എന്നാണ് പറഞ്ഞത്. ഈ സ്തരപാളികൾക്കിടയിൽ നിറഞ്ഞിരിക്കുന്ന ഒരു ദ്രവമുണ്ട്. ആ ദ്രവത്തിന്റെ പേരാണ് സെറിബ്രോ സ്പൈനൽ ദ്രവം അഥവാ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. അപ്പോ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് എവിടെയാണ് കാണപ്പെടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയുക എവിടെയാണ്? മസ്തിഷ്കത്തെ പൊതിഞ്ഞു സംരക്ഷിച്ചിരിക്കുന്ന മെനിഞ്ചസിന്റെ സ്തരപാളികൾക്കിടയിലാണ് ആര് കാണപ്പെടുന്നത്? നമ്മുടെ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് അഥവാ ദ്രവം കാണപ്പെടുന്നത്. അവിടെ മാത്രമല്ല സെറിബ്രോ സ്പൈനൽ ദ്രവം കാണപ്പെടുന്നത്, മസ്തിഷ്ക അറകളിലും കാണപ്പെടുന്നു. എവിടെ കാണപ്പെടുന്നു? മസ്തിഷ്ക അറകളിൽ, അതായത് മസ്തിഷ്കത്തിനകത്തുള്ള അറകളിലും ആര് കാണപ്പെടുന്നു? സെറിബ്രോ സ്പൈനൽ ദ്രവം കാണപ്പെടുന്നു. അപ്പൊ സെറിബ്രോ സ്പൈനൽ ദ്രവം എവിടെ കാണപ്പെടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയുക എവിടെയാണ്? നമ്മുടെ മെനിഞ്ചസിന് ഉള്ളിൽ, ഇൻസൈഡ് ദി 3-layered membrane called meninges and ventricles of brain. മസ്തിഷ്ക അറകളിലും നിറഞ്ഞിരിക്കുന്ന ദ്രവത്തിന്റെ പേരാണ് സെറിബ്രോ സ്പൈനൽ ദ്രവം. ഒരുപാട് ഫംഗ്ഷൻ ഉണ്ട് സെറിബ്രോ സ്പൈനൽ ദ്രവത്തിന്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡിന്റെ ഫംഗ്ഷൻസ് ചോദിക്കും പരീക്ഷയ്ക്ക്. ഇത് എവിടെ നിന്ന് ഫോം ചെയ്യുന്നു എന്ന് ചോദിക്കും. എവിടെ നിന്നാണ് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ഫോം ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയുക ബ്ലഡിൽ നിന്നാണ്. എവിടെ നിന്നാണ്? ബ്ലഡിൽ നിന്നാണ്. അപ്പോ ബ്ലഡിൽ നിന്ന് ഫോം ചെയ്യുകയും ബ്ലഡിലേക്ക് തന്നെ തിരിച്ച് പുനരാകിരണം ചെയ്യപ്പെടുകയും ചെയ്യുന്ന ഒരു ഫ്ലൂയിഡ് ആണ് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ്. അപ്പൊ എന്താണ് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അത് ഫോം ചെയ്യുന്നത്? ബ്ലഡിൽ നിന്ന്, രക്തത്തിൽ നിന്നുണ്ടാകുന്നു. എങ്ങോട്ടേക്ക് തന്നെ തിരിച്ചു പുനരാകിരണം ചെയ്യപ്പെടുന്നു? രക്തത്തിലേക്ക് തന്നെ തിരിച്ചു പുനരാകിരണം ചെയ്യപ്പെടുന്നു. ആരാണ്? സെറിബ്രോ സ്പൈനൽ ദ്രവം. ഓക്കെ, അപ്പോ സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് ഫോംഡ് ഫ്രം ദി ബ്ലഡ് ആൻഡ് ഇറ്റ് ഈസ് റീഅബ്സോർബ്ഡ് ടു ദി ബ്ലഡ്. ക്ലിയർ ആണോ? അപ്പോ മസ്തിഷ്കം അഥവാ ബ്രെയിൻ സംരക്ഷിച്ചിരിക്കുന്നത് ഉറപ്പേറിയ തലയോടിനുള്ളിലാണ്. ബ്രെയിൻ ഈസ് പ്രൊട്ടക്റ്റഡ് ഇൻസൈഡ് എ ഹാർഡ് സ്കൾ. പിന്നെ നമ്മൾ വേറെ എന്താ പറഞ്ഞത്? മസ്തിഷ്കത്തെ ആവരണം ചെയ്തുകൊണ്ട് കാണപ്പെടുന്ന 3 പാളികൾ, സ്തരപാളികൾ, വിളിക്കുന്ന പേര് മെനിഞ്ചസ്. ഈ മെനിഞ്ചസിനുള്ളിൽ കാണപ്പെടുന്ന ദ്രവം, ആ ദ്രവത്തിനെ വിളിക്കുന്ന പേര് സെറിബ്രോ സ്പൈനൽ ഫ്ലൂയിഡ് അഥവാ സെറിബ്രോ സ്പൈനൽ ദ്രവം. ഇത് എവിടെയെല്ലാം കാണപ്പെടുന്നു? സ്തരപാളികൾക്കിടയിലും മസ്തിഷ്ക അറകളിലും, അതായത് ഇൻസൈഡ് ദി മെംബ്രെയിൻ കോൾഡ് മെനിഞ്ചസ് ആൻഡ് വെൻട്രിക്കിൾസ് ഓഫ് ദി ബ്രെയിൻ.
എവിടെ നിന്ന് ഫോം ചെയ്യുന്നു? ബ്ലഡിൽ നിന്ന് ഫോം ചെയ്യുന്നു. എങ്ങോട്ടേക്ക് റീഅബ്സോർബ് ചെയ്യുന്നു? ബ്ലഡിലേക്ക് തിരികെ റീഅബ്സോർബ് ചെയ്യുന്നു. ക്ലിയർ ആണോ? അങ്ങനെയാണെങ്കിൽ നമുക്കിനി സെറിബ്രോ സ്പൈനൽ ദ്രവത്തിന്റെ ഫംഗ്ഷൻ നോക്കാം. എന്തെല്ലാമാണ് സെറിബ്രോ സ്പൈനൽ ദ്രവം ചെയ്യുന്ന ധർമ്മങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ വളരെ പ്രധാനപ്പെട്ട ധർമ്മം, മസ്തിഷ്ക കലകൾക്ക് എന്ത് കൊടുക്കുക? പോഷക ഘടകങ്ങളും ഓക്സിജനും കൊടുക്കുക. പ്രൊവൈഡ് ഓക്സിജൻ ആൻഡ് ന്യൂട്രിയൻസ് ടു ബ്രെയിൻ ടിഷ്യൂസ്. അതായത് മസ്തിഷ്കത്തിന്റെ കലകൾക്ക് എന്ത് കൊടുക്കുക? പോഷക ഘടകങ്ങൾ അത്യാവശ്യമാണ് അതിന് പ്രവർത്തിക്കണമെങ്കിൽ. അപ്പോൾ ന്യൂട്രിയൻസ് പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ ഓക്സിജൻ സപ്ലൈ, ഓക്സിജന്റെ സപ്ലൈ എന്ത് ചെയ്യുക? കൊടുക്കുക. അതാണ് ആദ്യത്തെ ധർമ്മം. രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട ധർമ്മം, മസ്തിഷ്ക അറയ്ക്കുള്ളിൽ ഒരു നിയന്ത്രിതമായ ഒരു മർദ്ദം, ഒരു പ്രഷർ റെഗുലേറ്റ് ചെയ്യുന്നതും ആരാണ്? നമ്മുടെ സെറിബ്രോ സ്പൈനൽ ദ്രവമാണ്. അപ്പൊ സെറിബ്രോ സ്പൈനൽ ദ്രവം ചെയ്യുന്ന മറ്റൊരു ധർമ്മം എന്താണ്? മസ്തിഷ്കത്തിനുള്ളിലെ മർദ്ദം ക്രമീകരിക്കുന്നു, അല്ലെങ്കിൽ റെഗുലേറ്റ് ദി പ്രഷർ ഇൻസൈഡ് ദി ബ്രെയിൻ. ബ്രെയിനുള്ളിൽ എന്ത് ക്രമീകരിക്കുന്നു? ഒരു മർദ്ദം സ്ഥിരമായി തുലനാവസ്ഥയിൽ നിർത്തുന്നത് ആരാണ്? നമ്മുടെ സെറിബ്രോ സ്പൈനൽ ദ്രവമാണ്. അതുപോലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ധർമ്മം കൂടിയുണ്ട്. എന്ത് ചെയ്യുക? പുറമേ നിന്നുള്ള ആഘാതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുക. അതും ആര് ചെയ്യുന്നു? സെറിബ്രോ സ്പൈനൽ ദ്രവം ചെയ്യുന്നു. പ്രൊട്ടക്ട് ഫ്രം എക്സ്റ്റേണൽ ഷോക്സ് ഓർ മെക്കാനിക്കൽ ഷോക്സ്. അതും ആര് ചെയ്യുന്നു? നമ്മുടെ സെറിബ്രോ സ്പൈനൽ ദ്രവം ചെയ്യുന്നു. പുറമേ നിന്ന് ആവരണം ചെയ്തുകൊണ്ട് ആരുണ്ട്? നമ്മുടെ തലയോട് അഥവാ സ്കള്ളുണ്ട്. അത് കൂടാതെ ആരുണ്ട്? മെനിഞ്ചസും ഉണ്ട്. മെനിഞ്ചസിനുള്ളിലെ സ്തരപാളിയായ ആരുണ്ട്? സ്തരപാളികൾക്കുള്ളിൽ നിറഞ്ഞിരിക്കുന്ന ദ്രവമായ ആരുണ്ട്? സെറിബ്രോ സ്പൈനൽ ദ്രവവും ഉണ്ട്. അപ്പൊ നമ്മൾ പഠിച്ചു എന്താണ് സെറിബ്രോ സ്പൈനൽ ദ്രവം, എന്താണ് മെനിഞ്ചസ്, എവിടെ കാണപ്പെടുന്നു, ഇത് ചെയ്യുന്ന പ്രധാനപ്പെട്ട 3 ഫങ്ഷൻസും നമ്മൾ എന്ത് ചെയ്തു? പഠിച്ചു. ഇനി നമുക്ക് ബ്രെയിനിന്റെ എന്ത് ചെയ്യാം? വ്യത്യസ്ത തരം ഭാഗങ്ങളും അവയുടെ ഫങ്ഷനും നമുക്ക് എന്ത് ചെയ്യാം? പഠിക്കാം. അപ്പോ നമുക്ക് മസ്തിഷ്കത്തിന്റെ പ്രധാനപ്പെട്ട ഒന്നാമത്തെ ഭാഗം നമുക്ക് പരിചയപ്പെടാം. സെറിബ്രം. നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ട്. തൊട്ട് മുന്നേ ഉള്ള ചെറിയ ക്ലാസ്സിലും നിങ്ങൾ കേട്ടിട്ടുള്ളതാണ് സെറിബ്രം. അപ്പൊ എന്താണ് സെറിബ്രം? എന്തൊക്കെയാണ് സെറിബ്രം ചെയ്യുന്നതെന്ന് നമുക്ക് എന്ത് ചെയ്യാം? നോക്കാം. സെറിബ്രം എന്നാൽ മസ്തിഷ്കത്തിന്റെ ഏറ്റവും വലിയ ഭാഗമാണ് സെറിബ്രം. അതായത് മസ്തിഷ്കം മുഴുവൻ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഏറ്റവും വലിയ ഭാഗമാണ് ആര്? സെറിബ്രം. ഓക്കെ, ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദി ബ്രെയിൻ. ഇതാ ഈ സെറിബ്രത്തിൽ നോക്കിയേ, ധാരാളം ചുളിവുകളും മടക്കുകളും നിങ്ങൾക്ക് കാണാം, ഇല്ലേ? ഒരുപാട് ചുളിവുകളും മടക്കുകളും കിടപ്പുണ്ട് ഇവിടെ സെറിബ്രത്തിൽ. ന്യൂമറസ് ഫിഷേഴ്സ് ആൻഡ് ഫോൾസ് ആർ സീൻ. അപ്പോ മസ്തിഷ്കത്തിലെ ഏറ്റവും വലിയ ഭാഗമാണ് ഏത്? സെറിബ്രം. നമുക്കറിയാം ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദി ബ്രെയിൻ. ന്യൂമറസ് ഫിഷേഴ്സ് ആൻഡ് ഫോൾസ്, അതായത് ധാരാളം ചുളിവുകളും മടക്കുകളും കാണപ്പെടുന്ന ഭാഗമാണ് ഏത്? സെറിബ്രം. ഇനി സെറിബ്രത്തിന്റെ ഏറ്റവും പുറമേയുള്ള ഭാഗം, അതായത് ഏറ്റവും പുറത്തുള്ള ഭാഗം, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോർട്ടെക്സ്. നിങ്ങൾ പഠിച്ചിട്ടുണ്ട് കോർട്ടെക്സ്. എന്താണ് കോർട്ടെക്സ്? എന്താണ് മെഡുല്ല? നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതായത് കോർട്ടെക്സ് എന്നാൽ പുറം ഭാഗം. പുറം ഭാഗത്തിനെ വിളിക്കുന്ന പേര് കോർട്ടെക്സ് എന്നും ആന്തരഭാഗത്തിനെ വിളിക്കുന്ന പേര് മെഡുല്ല എന്നുമാണ്. അപ്പോ സെറിബ്രത്തിന്റെ കോർട്ടെക്സ് എപ്പോഴും ഗ്രേ മാറ്റർ ആയിരിക്കും. എന്ത് മാറ്റർ ആയിരിക്കും? ഗ്രേ മാറ്റർ. ആവർത്തിക്കേണ്ട കാര്യമില്ല എന്ന് തോന്നുന്നു, കാരണം ഗ്രേ മാറ്റർ എല്ലാം നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. മുൻ ക്ലാസ്സുകളിൽ നിങ്ങൾ പരിചയപ്പെട്ടതാണ് എന്താണ് ഗ്രേ മാറ്റർ, എന്താണ് വൈറ്റ് മാറ്റർ എന്ന്, ഇല്ലേ? ഓർമ്മ കാണുമെന്ന് വിശ്വസിക്കുന്നു. എന്തായിരുന്നു ഗ്രേ മാറ്റർ? മൈലിൻ ഷീത്ത് അഥവാ അല്ലെങ്കിൽ ഒളിഗോഡെൻഡ്രോസൈറ്റ്സ്. ഇത് രണ്ടും നിങ്ങൾ പരിചയപ്പെട്ട 2 വാക്കുകളാണ്. എന്താണ്? മൈലിൻ ഷീത്തും ഒളിഗോഡെൻഡ്രോസൈറ്റും. ഈ മൈലിൻ ഷീത്തും ഒളിഗോഡെൻഡ്രോസൈറ്റും കാണപ്പെടാത്ത നാഡീകോശ ഭാഗങ്ങൾ എന്ത് നിറത്തിൽ കാണുന്നു? ഗ്രേ കളറിൽ കാണുന്നു. അതായത് എന്ത് കാണുന്നു? ഗ്രേ കളറിൽ, ചാര നിറത്തിൽ കാണുന്നു. ഇത് നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്രേ മാറ്റർ. എന്താണ് വൈറ്റ് മാറ്റർ? നമുക്ക് അറിയാം, ഒളിഗോഡെൻഡ്രോസൈറ്റ് അഥവാ അല്ലെങ്കിൽ മൈലിൻ ഷീത്ത് കാണപ്പെടുന്ന നാഡീകോശത്തിന്റെ ന്യൂറോൺസിന്റെ ഭാഗങ്ങൾ എന്ത് നിറത്തിൽ കാണും? വൈറ്റ് കളറിൽ കാണപ്പെടുന്നു. അതാണ് എന്ത്? വൈറ്റ് മാറ്റർ. അപ്പൊ എന്താണ് ഗ്രേ മാറ്റർ, എന്താണ് വൈറ്റ് മാറ്റർ എന്ന് അറിയാം. ഒന്നും കൂടി ആവർത്തിക്കാം. എന്താണ് ഗ്രേ മാറ്റർ? എന്താണ്? മൈലിൻ ഷീത്തോ ഒളിഗോഡെൻഡ്രോസൈറ്റ് കാണപ്പെടാത്ത
ന്യൂറോൺസിന്റെ ഭാഗങ്ങൾ എന്ത് നിറത്തിൽ കാണും? ഗ്രേ കളറിൽ കാണും. ഇനി ഇത് രണ്ടും ഉള്ള ഭാഗങ്ങൾ എന്ത് നിറത്തിൽ കാണും? ഷൈനി വൈറ്റ് കളറിൽ കാണും. അതിനെ നമ്മൾ വൈറ്റ് മാറ്റർ എന്ന് വിളിക്കും. അപ്പോ സെറിബ്രത്തിന്റെ പുറം ഭാഗം, അതായത് ഏറ്റവും പുറമേയുള്ള ഭാഗം, അതിനെ വിളിക്കുന്ന പേരാണ് കോർട്ടെക്സ്. ഈ കോർട്ടെക്സ് എപ്പോഴും ഗ്രേ മാറ്റർ ആയിരിക്കും. ഇനി ഇതിന്റെ ആന്തരഭാഗമായ മെഡുല്ല, ഇന്നർ പാർട്ടിനെ വിളിക്കുന്ന പേരാണ് മെഡുല്ല. അത് എന്തായിരിക്കും? എപ്പോഴും വൈറ്റ് മാറ്ററും ആയിരിക്കും. ക്ലിയർ ആണോ? അപ്പൊ നമ്മൾ പറഞ്ഞു ഏറ്റവും വലിയ ഭാഗമാണ് മസ്തിഷ്കത്തിന്റെ ഏറ്റവും വലിയ ഭാഗമാണ് എന്താണ്? സെറിബ്രം, ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദി ബ്രെയിൻ. ന്യൂമറസ് ഫിഷേഴ്സ് ആൻഡ് ഫോൾഡ്സ് ആർ സീൻ, ഒരുപാട് ചുളിവുകളും മടക്കുകളും കാണപ്പെടുന്നു. പിന്നെ നമ്മൾ പറഞ്ഞു പുറഭാഗമായ കോർട്ടെക്സ് എന്തായിരിക്കും? എപ്പോഴും ഗ്രേ മാറ്റർ ആയിരിക്കും. ആന്തരഭാഗമായ മെഡുല്ല എപ്പോഴും വൈറ്റ് മാറ്ററും ആയിരിക്കും. ഇനി സെറിബ്രത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ ആണ് ഇന്ദ്രിയ അനുഭവങ്ങൾ ഉളവാക്കുന്നു. ഇന്ദ്രിയാനുഭവങ്ങൾ ഉളവാക്കുന്നു. എന്താണ് ഇന്ദ്രിയ അനുഭവങ്ങൾ? നമുക്ക് എത്ര ഇന്ദ്രിയങ്ങളാണുള്ളത്? 5 ഇന്ദ്രിയങ്ങളാണുള്ളത്. അപ്പൊ നമുക്ക് കാണണമെങ്കിൽ, നമുക്ക് സ്പർശം അറിയണമെങ്കിൽ, നമുക്ക് ഗന്ധം സ്മെല്ല് മനസ്സിലാക്കണമെങ്കിൽ, നമുക്ക് ടേസ്റ്റ് മനസ്സിലാക്കണമെങ്കിൽ ഇതെല്ലാം ആരുടെ സഹായത്തോടു കൂടിയാണ്? സെറിബ്രത്തിന്റെ സഹായത്തോടു കൂടിയാണ്. അപ്പൊ സെറിബ്രം ഇല്ല എങ്കിൽ, അല്ലെങ്കിൽ സെറിബ്രത്തിന് പ്രശ്നങ്ങളുണ്ട് എങ്കിൽ ഇതൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല. നമുക്ക് ഇതിനെ ഒന്നും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുകയില്ല. അപ്പോ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ എന്താണ്? സെൻസേഷൻസ് ഉണ്ടാക്കുന്നു, ഇന്ദ്രിയ അനുഭവങ്ങൾ ഉണ്ടാക്കുന്നു. ഇവോക്ക് സെൻസേഷൻസ്. ക്ലിയർ ആണോ പറഞ്ഞ കാര്യം? ഓക്കെ. ഇനി ഇതിന്റെ പ്രധാനപ്പെട്ട മറ്റൊരു ഫംഗ്ഷൻ ആണ് ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുക. കൺട്രോൾ വോളണ്ടറി ആക്ടിവിറ്റീസ്. എന്താണ് ഐച്ഛിക പ്രവർത്തനങ്ങൾ അഥവാ വോളണ്ടറി ആക്ഷൻസ്? എന്താണ്? പഠിച്ചിട്ടുള്ളതാണതും. നമ്മുടെ ഇച്ഛയ്ക്കനുസരിച്ച് നടക്കുന്ന പ്രവർത്തനങ്ങളാണ് ഐച്ഛിക പ്രവർത്തനങ്ങൾ അഥവാ വോളണ്ടറി റിയാക്ഷൻസ്. അതായത് നടക്കുക, ഓടുക, ചാടുക, ഇതെല്ലാം വോളണ്ടറിയാണ്. നമ്മൾ നമ്മുടെ ഇച്ഛാനുസരണം ചെയ്യുന്നതാണ്. ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളെ എല്ലാം കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? സെറിബ്രമാണ്. ഓക്കെ. മറ്റൊരു ഫംഗ്ഷൻ ചിന്ത, ബുദ്ധി, ഭാവന, ഓർമ്മ എന്നിവയുടെ കേന്ദ്രം കൂടിയാണ് സെറിബ്രം. എന്താണ്? ചിന്ത, ബുദ്ധി, ഭാവന, ഓർമ്മ എന്നിവയുടെ കേന്ദ്രം കൂടിയാണ് സെറിബ്രം. സെന്റർ ഓഫ് തോട്ട്, ഇമാജിനേഷൻ, മെമ്മറി ആൻഡ് ഇന്റലിജൻസ്. ഇതിന്റെ എല്ലാം കേന്ദ്രമാണ് ഏത്? സെറിബ്രം. അപ്പോ എല്ലാവർക്കും സെറിബ്രം എന്താണ് മനസ്സിലായെന്ന് കരുതുന്നു. അപ്പൊ നമുക്ക് അടുത്ത ഭാഗത്തിലേക്ക് എന്ത് ചെയ്യാം? പോകാം. ഇനി നമുക്ക് മസ്തിഷ്കത്തിന്റെ രണ്ടാമത്തെ വലിയ ഭാഗം പരിചയപ്പെടാം. രണ്ടാമത്തെ വലിയ ഭാഗം സെറിബെല്ലം. എന്താണ്? സെറിബെല്ലം നമ്മൾ പഠിച്ചു. ഏറ്റവും വലിയ ഭാഗം സെറിബ്രം നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി മസ്തിഷ്കത്തിന്റെ രണ്ടാമത്തെ വലിയ ഭാഗം, സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ട് ഏതാണെന്ന് പരിചയപ്പെടാം. സെറിബെല്ലം. അത് തന്നെയാണ് ഒന്നാമത്തെ പോയിന്റ്. എന്താണ്? മസ്തിഷ്കത്തിന്റെ രണ്ടാമത്തെ വലിയ ഭാഗമാണ് സെറിബെല്ലം. നമ്മൾ സെറിബ്രം പറഞ്ഞതുപോലെ സെറിബ്രത്തിൽ നമ്മൾ ഒരു പ്രത്യേകത പറഞ്ഞു. എന്ത് പ്രത്യേകതയാണ് പറഞ്ഞത്? നമ്മൾ പറഞ്ഞു ധാരാളം ചുളിവുകളും മടക്കുകളും കാണപ്പെടുന്നു എന്ന് നമ്മൾ പറഞ്ഞു. എന്നാൽ ഇവിടെയും അതുപോലെ തന്നെയാണ്, സെറിബെല്ലത്തിലും അതുപോലെ തന്നെയാണ്. ധാരാളം ചുളിവുകളുണ്ട്, എന്നാൽ മടക്കുകളില്ല. മടക്കുകൾക്ക് പകരം ചാലുകളാണ്. അപ്പോ ന്യൂമറസ് ഫിഷേഴ്സ് ആൻഡ് ഗ്രൂവ്സ് ആർ സീൻ. അപ്പൊ എങ്ങനെയാണ് കാണപ്പെടുന്നത്? അല്ലെങ്കിൽ എവിടെ എന്ത് കാണപ്പെടുന്നു? ധാരാളം ചുളിവുകളും ചാലുകളും കാണപ്പെടുന്നു. ഇത് എവിടെയാണ് കാണപ്പെടുന്നത്? സെറിബെല്ലം. നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, സെറിബ്രത്തിന് പിറകിലാണ്. സീൻ ബിഹൈൻഡ് ദി സെറിബ്രം. സെറിബ്രത്തിന് പിറകിലായി 2 ദളങ്ങളായാണ് കാണപ്പെടുന്നത്. ദളങ്ങൾ എന്താണെന്ന് നിങ്ങൾക്കറിയാം. 2 ചിറകുകൾ പോലെ 2 ദളങ്ങളുണ്ട്. ആർക്ക്? സെറിബെല്ലം. അപ്പൊ സെറിബെല്ലം എവിടെ കാണപ്പെടുന്നു ചോദിച്ചു കഴിഞ്ഞാൽ പറയുക, സെറിബ്രത്തിന് പിറകിലായി. ഓക്കെ. സീൻ ബിഹൈൻഡ് ദി സെറിബ്രം. സീൻ as 2 flaps. 2 ദളങ്ങളായി കാണപ്പെടുന്നു. ന്യൂമറസ് ഫിഷേഴ്സ് ആൻഡ് ഗ്രൂവ്സ് ആർ സീൻ. ധാരാളം ചുളിവുകളും ചാലുകളും കാണപ്പെടുന്നു. ആർക്കാണ്? സെറിബെല്ലത്തിന്. മസ്തിഷ്കത്തിന്റെ രണ്ടാമത്തെ വലിയ ഭാഗം കൂടിയാണ് ആര്? നമ്മുടെ സെറിബെല്ലം. അപ്പൊ സെറിബെല്ലം എന്ത് ഫംഗ്ഷൻ ആണ് ചെയ്യുന്നത്? അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. എന്ത് ഫംഗ്ഷൻ ആണ് സെറിബെല്ലം ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശരീരത്തിന്റെ തുലന നില പാലിക്കുക. എങ്ങനെയാണ് ശരീരത്തിന്റെ തുലന നില പാലിക്കുന്നത്? പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട്. അതായത് നമ്മുടെ ശരീരത്തിലെ പേശികളെ അഥവാ മസിൽസിനെ ഏകോപിപ്പിച്ചുകൊണ്ട് ശരീരത്തിന്റെ തുലന നില പാലിക്കുക എന്നുള്ളതാണ് ആരുടെ ഫംഗ്ഷൻ? സെറിബെല്ലത്തിന്റെ ഫംഗ്ഷൻ. അതായത് സെറിബെല്ലം വർക്ക് ചെയ്തില്ല എങ്കിൽ നമ്മുടെ ശരീരത്തിന് സ്റ്റഡി ആയി നിൽക്കുവാൻ കഴിയില്ല.
നമ്മുടെ തുലനാവസ്ഥ നഷ്ടപ്പെടും. നമുക്ക് സ്റ്റഡിയായി നിൽക്കുവാനോ നടക്കുവാനോ ഒന്നും കഴിയില്ല. നമ്മൾ ചിലപ്പോ സഞ്ചരിക്കുന്നത് വളഞ്ഞു പുളഞ്ഞായിരിക്കും, അല്ലെങ്കിൽ നമുക്ക് ഒരു തുലനാവസ്ഥ കിട്ടത്തില്ല. അപ്പൊ എന്താണ് സെറിബെല്ലം ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയുക, പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് ശരീരത്തിന്റെ തുലന നില പാലിക്കുക. കോർഡിനേറ്റ്സ് മസ്കുലർ ആക്ടിവിറ്റി ആൻഡ് മെയിൻറ്റെയിൻ ഇക്വിലിബ്രിയം ഓഫ് ദി ബോഡി. ശരീരത്തിന്റെ തുലന നില അല്ലെങ്കിൽ ഇക്വിലിബ്രിയം കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? സെറിബെല്ലമാണ്. അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം, മദ്യപാനം ആൽക്കഹോൾ അഫക്ട് ചെയ്യുന്ന മസ്തിഷ്ക ഭാഗം ഏത്? ഒരു പബ്ലിക് പരീക്ഷയുടെ ചോദ്യമായിരുന്നു. മദ്യപാനം ബാധിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയുക സെറിബെല്ലം. അപ്പോ ആൽക്കഹോൾ അകത്തേക്ക് എടുത്താൽ അല്ലെങ്കിൽ നമ്മൾ മദ്യപിച്ചാൽ എന്ത് സംഭവിക്കും? അത് സെറിബെല്ലത്തെ ബാധിക്കും. സെറിബെല്ലത്തെ ബാധിച്ചു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? ശരീരത്തിന് തുലനാവസ്ഥ കിട്ടത്തില്ല, നമുക്ക് ശരിയായി നടക്കുവാൻ കഴിയില്ല. അപ്പൊ ഇതാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ സെറിബെല്ലത്തിന്റെ ഫംഗ്ഷൻ. അപ്പൊ നമുക്കിനി അടുത്ത ഭാഗത്തിലേക്ക് പോവാം. അപ്പൊ നമുക്ക് ബ്രെയിനിന്റെ മൂന്നാമത്തെ ഭാഗമായ തലാമസിലേക്ക് പോകാം. ശ്രദ്ധിക്കുക, തലാമസ് വളരെ ചെറിയ ഒരു ഭാഗമാണ് തലാമസ്. നിങ്ങൾ ചിത്രത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ നേരത്തെ ക്ലാസ് തുടങ്ങിയ സമയത്ത് പറഞ്ഞു, ഡയഗ്രാം വരയ്ക്കുവാൻ ചോദിക്കും, തീർച്ചയായിട്ടും ലേബൽ ചെയ്യാൻ ചോദിക്കും, അതിന്റെ ഫംഗ്ഷനും ചോദിക്കും. അപ്പൊ തലാമസ് എവിടെ കാണപ്പെടുന്നു? തലാമസ് എവിടെയാണെന്ന് നോക്കിയാൽ കാണാം, സെറിബ്രത്തിന് താഴെയാണ്. സെറിബ്രത്തിന്റെ ചുവടെ കാണപ്പെടുന്ന ഭാഗമാണ് തലാമസ്. ഓക്കെ, സിറ്റുവേറ്റഡ് ബിലോ ദി സെറിബ്രം, സെറിബ്രത്തിന് താഴെ. എന്താണ് ചെയ്യുന്നത്? തലാമസിന്റെ ഫംഗ്ഷൻ എന്താണ്? തലാമസ് ഒരു പുനഃപ്രസരണ കേന്ദ്രമായി പ്രവർത്തിക്കുന്നു. എന്തായി പ്രവർത്തിക്കുന്നു? പുനഃപ്രസരണ കേന്ദ്രം. അപ്പോ എന്താണ് തലാമസ്? ആവേഗങ്ങളുടെ പുനഃപ്രസരണ കേന്ദ്രമാണ് തലാമസ്. അതായത് സെറിബ്രത്തിലേക്കും സെറിബ്രത്തിൽ നിന്നുമുള്ള ആവേഗങ്ങളുടെ പുനഃപ്രസരണ കേന്ദ്രമാണ് തലാമസ്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ പേടിക്കുകയൊന്നും വേണ്ട. അതായത് ഞാനൊരു ഉദാഹരണം പറയാം. ആ ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. നിങ്ങളിപ്പോ നിങ്ങളുടെ ഫോണിൽ നിന്ന് നിങ്ങളുടെ കൂട്ടുകാരിക്കോ കൂട്ടുകാരനോ അല്ലെങ്കിൽ ആർക്കെങ്കിലും നിങ്ങൾ ഫോൺ ചെയ്യുകയാണ്. നിങ്ങളുടെ ഫോണിൽ നിന്നുള്ള സിഗ്നൽ ആദ്യം എത്തുന്നത് എവിടെയായിരിക്കും? ഒരു ടവറിലായിരിക്കും, അല്ലെ? ആ ടവറിൽ നിന്ന് എത്തിയതിനു ശേഷം അല്ലെങ്കിൽ ആ ടവറിൽ നിന്ന് നിങ്ങളുടെ സുഹൃത്തിന്റെ എന്ത് ചെയ്യും? ഫോണിലേക്ക് സിഗ്നൽസ് പോകും. അത്രേ ഉള്ളൂ കാര്യം. അതായത് തലാമസും അത് തന്നെയാണ് ചെയ്യുന്നത്. ആവേഗങ്ങളുടെ പുനഃപ്രസരണ കേന്ദ്രം, അതായത് ടവർ പോലെ ആക്ട് ചെയ്യുന്നു. അതായത് സിഗ്നലിനെ സ്വീകരിച്ച് അങ്ങോട്ട് കൊടുക്കുകയും അവിടെ നിന്ന് സിഗ്നലിനെ സ്വീകരിച്ച് തിരിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. ആര് ചെയ്യുന്നു? തലാമസ്. അപ്പൊ തലാമസ് എന്താണ് ചെയ്യുന്നത്? സെറിബ്രത്തിലേക്കും സെറിബ്രത്തിൽ നിന്നുമുള്ള ആവേഗങ്ങളുടെ ഒരു പുനഃപ്രസരണ കേന്ദ്രമായി പ്രവർത്തിക്കുന്നത് ആരാണ്? തലാമസ് ആണ്. അതായത് നമ്മുടെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വരുന്ന ആവേഗങ്ങളെ അഥവാ ഇമ്പൾസസിനെ ഇത് എന്ത് ചെയ്യുന്നു? ഇമ്പൾസസിനെ എന്ത് ചെയ്യുന്നു? സെറിബ്രത്തിലേക്ക് എത്തിക്കുന്നു. സെറിബ്രത്തിൽ നിന്നും വരുന്ന ഇമ്പൾസസിനെ, ആവേഗങ്ങളെ തിരികെ തലാമസ് വഴിയാണ് ശരീരത്തിന്റെ എല്ലാ ഭാഗത്തിലും എത്തിക്കുന്നത്. എല്ലാ ഭാഗങ്ങളിലും എത്തിക്കുന്നത് തലാമസ് വഴിയാണ്. അപ്പൊ തലാമസ് വഴിയാണ് അങ്ങോട്ട് പോകുന്നതും സെറിബ്രത്തിലേക്ക് പോകുന്നതും. സെറിബ്രത്തിൽ നിന്നും വരുന്ന ഇമ്പൾസസ് തലാമസ് വഴിയാണ് ബാക്കി എല്ലാ ഭാഗങ്ങളിലേക്കും എത്തുന്നത്. അപ്പൊ എന്താണ് നമ്മൾ പറഞ്ഞത്? തലാമസ് പുനഃപ്രസരണ കേന്ദ്രമായി പ്രവർത്തിക്കുന്നു. സെറിബ്രത്തിലേക്കും സെറിബ്രത്തിൽ നിന്നുമുള്ള ആവേഗങ്ങളുടെ പുനഃപ്രസരണ കേന്ദ്രമായി പ്രവർത്തിക്കുന്നു. ആക്ട് ആസ് എ റിലേ സ്റ്റേഷൻ ഓഫ് ഇമ്പൾസസ് ടു ആൻഡ് ഫ്രം ദി സെറിബ്രം. ക്ലിയർ ആണല്ലോ? ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഫംഗ്ഷൻ കൂടിയുണ്ട് തലാമസിന്. എന്തെന്നാൽ നമ്മുടെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വരുന്ന ആവേഗങ്ങളെ പരിശോധിച്ചതിന് ശേഷം പ്രാധാന്യമുള്ളവയെ മാത്രം, അതായത് പ്രധാനപ്പെട്ട ഇമ്പൾസസിനെ, ആവേഗങ്ങളെ മാത്രമേ ഇത് എങ്ങോട്ടേക്ക് കയറ്റിവിടൂ? സെറിബ്രത്തിലേക്ക് കയറ്റിവിടുകയുള്ളൂ. അപ്പോ ക്ലിയർ ആണല്ലോ പറഞ്ഞ കാര്യം? ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വരുന്ന ഇമ്പൾസസിനെ ഇത് പരിശോധിക്കും. പരിശോധിച്ചിട്ട് ഇത് സെറിബ്രത്തിലേക്ക് പോകേണ്ടതുണ്ടോ, ഈ ആവേഗം സെറിബ്രത്തിലേക്ക് എത്തേണ്ടതുണ്ടോ, ഇത് പ്രധാനപ്പെട്ട ഒരു ആവേഗമാണോ, ഒരു ഇമ്പൾസ് ആണോ എന്ന് പരിശോധിച്ചതിനു ശേഷം ഇത് എങ്ങോട്ടേക്ക് കയറ്റിവിടുന്നു? സെറിബ്രത്തിലേക്ക് കയറ്റിവിടുന്നു. പ്രധാനപ്പെട്ട ഇമ്പൾസ് അല്ലെങ്കിൽ ഇത് എന്ത് ചെയ്യില്ല? സെറിബ്രത്തിലേക്ക് കയറ്റിവിടില്ല. ഓക്കെ, അപ്പോ അനലൈസ് ഇമ്പൾസസ് ഫ്രം വേരിയസ് പാർട്സ് ഓഫ് ദി ബോഡി ആൻഡ് എന്ത് ചെയ്യുന്നു?
ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ ഇത് പരിശോധിക്കുന്നു, അനലൈസ് ചെയ്യുന്നു. ചെയ്തതിനു ശേഷം പ്രാധാന്യമുള്ളവയെ സെൻസ് ദി ഇമ്പോർട്ടന്റ് വോൺസ് ടു ദി സെറിബ്രം, പ്രധാനപ്പെട്ടവയെ മാത്രം എങ്ങോട്ടേക്ക് കയറ്റി വിടുന്നു? ആ സെറിബ്രത്തിലേക്ക് കയറ്റി വിടുന്നു. അപ്പോ അനലൈസസ് ഇമ്പൾസസ് ഫ്രം വേരിയസ് പാർട്സ് ഓഫ് ദി ബോഡി ആൻഡ് സെൻസ് ദി ഇമ്പോർട്ടന്റ് വോൺസ് ടു ദി സെറിബ്രം. അതാണ് ആര് ചെയ്യുന്നത്? തലാമസ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ തലാമസ്? ഓക്കെ, നമുക്കപ്പോ മസ്തിഷ്കത്തിന്റെ ബ്രെയിനിന്റെ അടുത്ത ഭാഗമായ ഹൈപ്പോ തലാമസിലേക്ക് പോകാം. നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഹൈപ്പോ തലാമസ് ബയോളജിയുടെ 3ാമത്തെ പാഠഭാഗത്തിൽ നിങ്ങൾ പഠിക്കും, ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കും. അപ്പൊ നമുക്ക് ഇന്ന് ഹൈപ്പോ തലാമസ്, ആ പേരിനകത്ത് തന്നെ ഉണ്ട് അതിന്റെ ആൻസർ. എവിടെയാണ് ഇത് കാണപ്പെടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ പേരിനകത്ത് തന്നെ ഉണ്ട് ആൻസർ. ഹൈപ്പോ തലാമസ് എന്ന് വെച്ചാൽ തലാമസിന് താഴെ, സിറ്റുവേറ്റഡ് ജസ്റ്റ് ബിലോ ദി തലാമസ്, തലാമസിന് തൊട്ട് താഴെ കാണപ്പെടുന്ന ഭാഗമാണ് ഹൈപ്പോ തലാമസ്. എന്താണ് ഹൈപ്പോ തലാമസ് ചെയ്യുന്നത്? നമ്മുടെ ആന്തര സമസ്ഥിതി പരിപാലിക്കുക, അതാണ് ഹൈപ്പോ തലാമസിന്റെ ഫംഗ്ഷൻ. എന്താണ് ആന്തര സമസ്ഥിതി അഥവാ ഹോമിയോസ്റ്റാസിസ്? നമ്മുടെ ശരീരത്തിന് ഒരു ഹോമിയോസ്റ്റാസിസ് അഥവാ ആന്തര സമസ്ഥിതി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ശരീരത്തിന് ശരിയായ രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയുകയുള്ളൂ. നമ്മുടെ ശരീരത്തിനകത്തുള്ള എല്ലാ അവയവങ്ങൾക്കും എല്ലാ ഓർഗൻസിനും ശരിയായ രീതിയിൽ പ്രവർത്തിക്കണമെങ്കിൽ നമുക്കൊരു ഹോമിയോസ്റ്റാസിസ് അഥവാ ഒരു ആന്തര സമസ്ഥിതി അത്യാവശ്യമാണ്. ആ ആന്തര സമസ്ഥിതി പരിപാലിക്കുന്നത് ഹൈപ്പോ തലാമസ് ആണ്. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഹൈപ്പോ തലാമസ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺസിന്റെ സാന്നിധ്യം കൊണ്ടാണ്. അതെല്ലാം ഞാൻ പറഞ്ഞു, ഡീറ്റെയിൽ ആയിട്ട് 3ാമത്തെ ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കും. എന്താണ് ഹൈപ്പോ തലാമസ് ചെയ്യുന്നത്, എന്താണ് ഹോമിയോസ്റ്റാസിസ്, ഹോമിയോസ്റ്റാസിസ് ചെയ്യുന്നതിൽ ഹൈപ്പോ തലാമസിന്റെ റോൾ എന്താണ്, ഇതെല്ലാം നിങ്ങൾ 3ാമത്തെ ചാപ്റ്ററിനകത്ത് പഠിക്കും. അപ്പൊ എന്താണ് ഹൈപ്പോ തലാമസ്, എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയുക ജസ്റ്റ് ബിലോ ദി തലാമസ്. ആ പേരിനകത്ത് തന്നെ ഉണ്ട് അതിന്റെ ഉത്തരം. ഇനി എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയുക ഹോമിയോസ്റ്റാസിസ് അഥവാ ആന്തര സമസ്ഥിതി പരിപാലിക്കുന്നു, മെയിൻറ്റെയിൻ ഹോമിയോസ്റ്റാസിസ് ഓഫ് ദി ബോഡി. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി നമുക്ക് മസ്തിഷ്കത്തിന്റെ ബ്രെയിനിന്റെ ഏറ്റവും അവസാന ഭാഗം, പ്രധാനപ്പെട്ടതും അവസാന ഭാഗവുമായ ഭാഗത്തിലേക്ക് നമുക്ക് പോകാം. അതിന്റെ പേരാണ് മെഡുല്ല ഒബ്ലോങ്കേറ്റ. എന്താണ് മെഡുല്ല ഒബ്ലോങ്കേറ്റ? നിങ്ങൾ ഈ പേരൊക്കെ സുപരിചിതമാണ് നിങ്ങൾക്ക്. എന്താണ് മെഡുല്ല ഒബ്ലോങ്കേറ്റ? ഇത് എവിടെ കാണപ്പെടുന്നു എന്ന് നമുക്ക് നോക്കാം. സെറിബ്രത്തിന് താഴെയാണ്. ചിത്രം നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എവിടെയാണ്. സെറിബ്രത്തിന് താഴെയാണ്, ബിലോ ദി സെറിബ്രം. ആരുമായിട്ട് ചേർന്നാണ് കിടക്കുന്നത് നോക്കിക്കേ, സെറിബെല്ലവുമായി ചേർന്നാണ്, സെറിബെല്ലത്തിന്റെ അടുത്താണ് കിടക്കുന്നത് അല്ലെ, നിയർ ടു സെറിബെല്ലം. അതിന്റെ ഷേപ്പ് നോക്കിയേ, റോഡ് ഷേപ്പ് ആണ്, ദണ്ഡാകൃതിയാണ് അല്ലെ മെഡുല്ല ഒബ്ലോങ്കേറ്റയ്ക്ക്. അപ്പൊ റോഡ് ഷേപ്ഡ് മെഡുല്ല ഒബ്ലോങ്കേറ്റ സീൻ ബിലോ ദി സെറിബ്രം ആൻഡ് നിയർ ടു ദി സെറിബെല്ലം. ഓക്കെ, സെറിബ്രത്തിന് താഴെ, സെറിബെല്ലത്തോട് ചേർന്ന്, എങ്ങനെ, ഏതാകൃതിയിൽ, ദണ്ഡാകൃതിയിൽ കാണപ്പെടുന്നു. എന്താണ് മെഡുല്ല ഒബ്ലോങ്കേറ്റ ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയുക ഇൻവോളണ്ടറി ആക്ഷൻസിനെ നിയന്ത്രിക്കുക, കൺട്രോൾ ചെയ്യുക. അതായത് അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞു ഐച്ഛിക പ്രവർത്തനങ്ങൾ, വോളണ്ടറി ആക്ഷൻസ് എന്താണ്? നമ്മുടെ ഇച്ഛയ്ക്കനുസരിച്ച് നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ ഇച്ഛയ്ക്കനുസരിച്ച് നടക്കുന്ന പ്രവർത്തനങ്ങളാണ് ഐച്ഛിക പ്രവർത്തനങ്ങൾ. ഞാൻ പറഞ്ഞു നടക്കുക, ഓടുക, ചാടുക, ഇതെല്ലാം. എന്നാൽ അനൈച്ഛിക പ്രവർത്തനങ്ങൾ, ഇൻവോളണ്ടറി ആക്ഷൻസ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു. എന്താണ് ഇൻവോളണ്ടറി ആക്ഷൻസ്? നമ്മുടെ ഇച്ഛയ്ക്ക് അതീതമായി നടക്കുന്ന പ്രവർത്തനങ്ങൾ. ഏതൊക്കെയാണ്? ഹൃദയമിടിപ്പ് അല്ലെങ്കിൽ ഹൃദയസ്പന്ദനം, അതുപോലെ ബ്രീത്തിങ്, ശ്വാസോച്ഛ്വാസം, ഇതെല്ലാമാണ് അനൈച്ഛിക പ്രവർത്തനങ്ങൾ അഥവാ ഇൻവോളണ്ടറി ആക്ഷൻസ്. ഈ ഇൻവോളണ്ടറി ആക്ഷൻസിനെ കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? നമ്മുടെ മെഡുല്ല ഒബ്ലോങ്കേറ്റയാണ്. അപ്പൊ മെഡുല്ല ഒബ്ലോങ്കേറ്റ എന്ത് ചെയ്യുന്നു? കൺട്രോൾ ചെയ്യുന്നു. എന്തിനെയൊക്കെ? കൺട്രോൾസ് ഇൻവോളണ്ടറി ആക്ഷൻസ് ലൈക്ക് ബ്രീത്തിങ്, ഹാർട്ട് ബീറ്റ്, എക്സെട്ര. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഈ മെഡുല്ല ഒബ്ലോങ്കേറ്റ കുറച്ച് എന്താണ് ദണ്ഡാകൃതിയിലാണ് ഇരിക്കുന്നത് അല്ലെ. അപ്പോ നമ്മുടെ മസ്തിഷ്കം, ബ്രെയിൻ സംരക്ഷിച്ചിരിക്കുന്ന എവിടെയാണ്? നമ്മുടെ സ്കള്ളിനുള്ളിലാണ്, തലയോടിനുള്ളിലാണ്. തലയോട് ഏതുവരെ ഉള്ളൂ? എന്താണ് നമ്മുടെ കഴുത്തിന് പുറകിൽ തലയോടുണ്ടോ? ഇല്ല. ഈ ഭാഗം ഇതുവരെയല്ലേ ഉള്ളൂ നമ്മുടെ തലയോട്, ഈ ഭാഗമല്ലേ ഉള്ളൂ നമ്മുടെ തലയോടൊക്കെ. അതിന് തൊട്ട് താഴേക്കല്ലേ മെഡുല്ല ഒബ്ലോങ്കേറ്റ, കുറച്ച് താഴേക്ക്. അപ്പൊ മെഡുല്ല ഒബ്ലോങ്കേറ്റയ്ക്ക് ഒരു കവറിംഗ് ഇല്ല, ഉണ്ടോ? ഇല്ല. കവറിംഗ്, തലയോട് കൊണ്ടുള്ള കവറിംഗ് ഉണ്ടോ? ഇല്ല.
അതുകൊണ്ട് എന്താണ് കൂട്ടുകാരോടൊപ്പം കളിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തമാശയ്ക്ക് കൂടി ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പാടില്ല, നമ്മുടെ ഈ ഭാഗത്ത് കഴുത്തിന് പുറകിലായിട്ട് അടിക്കുവാൻ പാടില്ല. അങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? മെഡുല്ല ഒബ്ലോങ്കേറ്റയ്ക്ക് തകരാറ് സംഭവിക്കുകയും എന്താണ് തൽക്ഷണം മരണം സംഭവിക്കുകയും ചെയ്യും. കാരണം എന്താ? ഇൻവോളണ്ടറി ആക്ഷൻസ് ആണ് നിയന്ത്രിക്കുന്നത്, കൺട്രോൾ ചെയ്യുന്നത്. ഹാർട്ട് ബീറ്റ് അല്ലെങ്കിൽ അതുപോലെ എന്താണ് ബ്രീത്തിങ് അഥവാ ശ്വാസോച്ഛ്വാസം. അപ്പൊ നമുക്കിത് നിയന്ത്രിക്കാൻ കഴിയുമോ? ഈ പ്രവർത്തനങ്ങളെ ഒരിക്കലും നിയന്ത്രിക്കാൻ കഴിയുകയില്ല. അപ്പോ എന്തെങ്കിലും മെഡുല്ല ഒബ്ലോങ്കേറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റും? സഡൻ ഡെത്ത് സംഭവിക്കും. അതായത് ആ സമയം അപ്പോൾ തന്നെ എന്ത് ചെയ്യും? മരണം സംഭവിക്കും. അതുകൊണ്ട് എന്താണ് കുട്ടികളായ നിങ്ങളോട് എന്താണ് പറയുന്നു, ഒരു കാരണവശാലും എന്ത് ചെയ്യാൻ പാടില്ല, ആ ഭാഗത്ത് തമാശയ്ക്ക് കൂടി എന്ത് ചെയ്യാൻ പാടില്ല, ആഘാതം ഏൽപ്പിക്കുവാൻ പാടുള്ളതല്ല. എന്തിനു വേണ്ടിയിട്ടാണ് ഹെൽമറ്റ് ധരിക്കണം എന്ന് പറയുന്നത്? മസ്തിഷ്കത്തിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്, ബ്രെയിനിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് ഹെൽമറ്റ് ധരിക്കണം എന്ന് പറയുന്നത്. അതുപോലെ ആ ഹെൽമറ്റ് ധരിക്കുന്നതിന്റെ പ്രാധാന്യം, നമ്മൾ ഒരു പക്ഷേ നമ്മൾ പുറകിലേക്ക് മലർന്നു വീഴുകയാണെങ്കിൽ മെഡുല്ല ഒബ്ലോങ്കേറ്റയ്ക്ക് ക്ഷതം സംഭവിക്കാം. അപ്പൊ എന്ത് ചെയ്യും? സഡൻ ഡെത്ത് സംഭവിക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും എന്ത് ധരിച്ചിരിക്കണം? ഹെൽമറ്റ്. എന്താണ് ടൂ വീലർ ഓടിക്കുന്ന സമയത്ത് ഹെൽമറ്റ് ധരിച്ചിരിക്കണം. അപ്പൊ നമ്മൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ എന്താണ്, എവിടെയാണ് ബ്രെയിൻ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നതെന്നും എന്തെല്ലാമാണ് ബ്രെയിനകത്തുള്ള പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതെല്ലാമാണെന്നും അവയുടെ ഫങ്ഷൻസുമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ചർച്ച ചെയ്തത്. തീർച്ചയായിട്ടും ആ ബുക്കിൽ എന്ത് ചെയ്യുക, ഡയഗ്രാം വരച്ച് പാർട്സ് ലേബൽ ചെയ്ത് ഫങ്ഷൻസ് പഠിക്കുക. അപ്പൊ ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് കരുതുന്നു. അപ്പൊ നമുക്ക് അടുത്ത ഭാഗം അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.